വൈക്കം മുഹമ്മദ് ബഷീർ മലയാള കഥയ്ക്ക് വിശ്വചക്രവാളം നിർമ്മിച്ച സുൽത്താൻ. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലുള്ള തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 കായി അബ്ദുറഹ്മാൻ്റെയും പാലാശ്ശേരി കുഞ്ഞാച്ചിമ്മയുടെയും മകനായി ജനിച്ചു. തലയോലപ്പറമ്പ് മുഹമ്മദൻ LP സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 5th ഫോമിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്തി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. അതിൻ്റെ പേരിൽ മർദ്ദനത്തിനിരയാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തീവ്രമായ രാഷ്ട്രീയ ബോധവും സ്വാതന്ത്ര്യാവേശവും ഉണ്ടായിരുന്ന ബഷീറിൻ്റെ ആരാധ്യ നേതാവായിരുന്നു ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുക വരെ ചെയ്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. സൂഫിയായും സന്യാസിയായും ഹോട്ടൽ പണിക്കാരനായും ഫയൽവാനായും ജീവിതയാത്രയിൽ വിവിധ വേഷങ്ങൾ കെട്ടിയാടിയ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മതവും സമുദായവും ഏതായാലും നന്മയുണ്ടാകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങളോളം അറേബ്യൻ നാടുകളിലും ആഫ്രിക്കയിലും സഞ്ചരിച്ചു. മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിയെയും സ്നേഹിച്ച ബഷീർ വീട്ടുപറമ്പിലായാലും തിരുവോരത്തായാലും ജയിൽമുറ്റത്തായാലും പൂച്ചെടികൾ നടുമായിരുന്നു. മാനുഷികതയുടെ സുഗന്ധത്തോടൊപ്പം പ്രകൃതിയുടെ ലാവണ്യവും ഗന്ധവും ആവോളം ശ്വസിച്ചറിഞ്ഞ വ്യക്തി. ജയിൽവാസത്തിനിടയിലാണ് പ്രേമലേഖനം പോലൊരു കൃതി രചിക്കപ്പെട്ടത് എന്നത് അത്ഭുതവും അവിശ്വസനീയതയും സൃഷ്ടിക്കുന്നു. ക്രിസ്ത്യാനിയായ സാറാമിയെ സ്നേഹിച്ച കേശവൻ നായരുടെ കഥ വാസ്തവത്തിൽ നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു ആറ്റം ബോംബ് തന്നെയാണ്. തങ്ങൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ ആകാശമിട്ടായി എന്ന് പേരിടാൻ അവർ തുനിയുന്നിടത്ത് ജാതിയും മതവും ഏതായാലും മനുഷ്യൻ അടിസ്ഥാനപരമായി മനുഷ്യൻ തന്നെ എന്ന് അടിവരയിടുകയാണ് ബഷീർ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും സൗന്ദര്യബോധവുമായിരുന്നു എന്നും ബഷീറിൻ്റെ ഇഷ്ടവിഷയം. അനുഭവങ്ങളായിരുന്നു ബഷീറിൻ്റെ സ്വത്ത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചുട്ടുനീറുന്ന ഒരുപാട് അനുഭവങ്ങളും വേദനയുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ രചനയുടെ സ്വഭാവം വ്യക്തമാക്കുന്നു. ചെറിയ ചെറിയ കൃതികളിലൂടെ മനുഷ്യാനുഭവത്തിൻ്റെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തിയ എഴുത്തുകാരൻ. ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേട് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ് MP പോൾ ബാല്യകാലസഖിയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഒന്നും ഒന്നും ഉമ്മിന് വലിയ ഒന്ന് എന്ന ഉത്തരം കേവലം ഒരു നർമ്മം മാത്രമല്ല, ബഷീറിയൻ ദർശനത്തിൻ്റെ ഉദാഹരണമാണ്. വീട്ടിലെ സത്യസന്ധമായ കഥയാണ് എന്ന മുഖവരിയോടെ കുടുംബാംഗങ്ങളെ കഥാപാത്രമാക്കിയ ബഷീറിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന പാത്തുമ്മയുടെ ആട് എന്ന നോവൽ യാഥാർത്ഥ്യത്തിൻ്റെ നേർപകർപ്പ് തന്നെ. നീലവെളിച്ചം, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ശശിനാസ് തുടങ്ങിയ കൃതികൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. മനുഷ്യൻ മാത്രമല്ല, സർവ്വചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്നു കരുതിയ ഒരാൾ. മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും ബഷീറിനോളം തിരിച്ചറിഞ്ഞ പ്രതിഭയുണ്ടാവില്ല. ഒറ്റക്കണ്ണൻ പോക്കർ, എട്ടുകാലി മമ്മൂന്, കണ്ടംപറയൻ, മുനിയമ്മ, പൊൻകുരിശ് തോമ, മജീദ്, സുഹറ, പാത്തുമ്മ, മൂരാച്ചി പോലീസുകാർ തുടങ്ങി എത്രയോ കഥാപാത്രങ്ങൾ. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 1958 ഡിസംബർ 18 ഫാത്തിമ ബി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി. മക്കൾ ഷാഹിന, അനീസ്, ബഷീർ. 1982 രാജ്യം പത്മശ്രീ നൽകി ആ മഹാനായ എഴുത്തുകാരനെ ആദരിച്ചു. 1994 ജൂലൈ 5 അതുല്യ പ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലത്തെ പിന്നിലേക്ക് തള്ളി മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രാപ്തമായിരുന്നു ബഷീറിൻ്റെ സാഹിത്യം. പുതുതലമുറയും പുതിയ ആസ്വാദകരും നെഞ്ചേറ്റി നടക്കുന്നതാണ് ഓരോ ബഷീർ കൃതിയും എന്ന് നിസ്സംശയം പറയാം.